ഡെപ്യൂട്ടി മേയർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഇത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഇനിയിപ്പോൾ ഉദ്ദേശിക്കുന്നത്? നമ്മളിന്നിപ്പോൾ രാവിലെ മുഴുവൻ വകുപ്പ് തലവന്മാരെയും വിളിച്ചാണ് മന്ത്രി സംസാരിച്ചത്. കളക്ടറുണ്ടായിരുന്നു, മേയറുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, മന്ത്രി ശിവൻകുട്ടിയുടെ സ്ഥല MLA ആന്റണി രാജു ഉണ്ടായിരുന്നു, റെയിൽവേയുടെ വകുപ്പ് തലവന്മാരുണ്ട്, ഫയർഫോഴ്സിൻ്റെ ഉണ്ടായിരുന്നു. ഒക്കെ തീരുമാനിച്ച് നമ്മൾ ഇറങ്ങിയത്. ദൗത്യം തുടരും. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പൂർണ്ണമായി പരിശോധിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗം പരിശോധിച്ചതിന് ശേഷം ഇത് ക്ലിയർ ചെയ്താൽ പിന്നെ അങ്ങോട്ട് വല്ലതും പോയിട്ടുണ്ടോ എന്ന് നോക്കാക്കൂ. ബാക്കി തുടരണം. നമുക്ക് ഇതിപ്പോൾ ഏകദേശം എത്ര മീറ്റർ പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് അകത്തേക്ക് 117 മീറ്ററാണ് ആകെയുള്ള ലെങ്ത് എന്ന് പറയുന്നത്. ഈ ടണലിൻ്റെ ഈ റെയിൽവേൻ്റെ അകത്ത് റെയിൽവേത്താണ് 117. അതിൻ്റെ ഏകദേശം ഒരു 80% അവർ നോക്കിക്കഴിഞ്ഞു. ബാക്കിയും കൂടി ബാക്കി ഈ കട്ടികളായിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അത് ബീം പോലത്തെ, അതാണ്. എന്നിട്ട് ഇതിൻ്റെ ഓപ്പണിംഗ് എവിടെയാണ്? അതിൻ്റെ അപ്പുറത്ത് തൊട്ടപ്പുറത്താണ് പാർവതി പുത്തനാറിലേക്ക് പോകുന്നവരാണ്. പാർവതി പുത്തനാറിലേക്ക് പോകുന്നതാണല്ലോ ഈ തോട്. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യമല്ല, കാരണം അത്ര വലിയ ഒഴുക്കില്ലായിരുന്നു. അപ്പം നോക്കട്ടെ, തുടരാം. നമുക്ക് ദൗത്യം തുടരാം. നോക്കട്ടെ, ഒരു സഹോദരനെ നമുക്ക് നഷ്ടപ്പെടാതെ തിരിച്ച് കിട്ടുമോ ഇല്ലേ എന്നുള്ളതാണ്.